ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് രാവിലെ ഒരു ജോഡി കാർപ്പ് ഫിഷിനെ വാങ്ങിച്ചിരുന്നു. ഇത് ഒരു സിൽവർ ബാക്ക് കളറിലുള്ളൊരു കാർപ്പ് ഫിഷ് ആണ്. ഇത് കോഴിക്കാർപ്പാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനിത് പെയറായിട്ടാണ് അവരുടെ അടുത്ത് ചോദിച്ചത്. പക്ഷേ ഇത് അവർക്ക് പെയറായിട്ട് തരാനായിട്ട് അറിയില്ല എന്ന് പറഞ്ഞു. അത് മനസ്സിലാവില്ല എന്നാണ് ചേച്ചി ഇപ്പൊ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഒരു നിഗമനത്തിൽ ഇത് ഇവർ രണ്ടുപേരും പെയറാണ് ഗായ്സ്. ബിക്കോസ് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ഈ രണ്ട് പേരെ പെയറായിട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ ഇവരെന്ത് ചെയ്യാന്നുള്ളത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്ന് രാവിലെ പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എൻ്റെ വൈഫിനൊരു 9th മന്ത് പ്രഗ്നൻസിയുടെ ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ റോഡൊക്കെ നല്ല സൂപ്പർ റോഡായതുകൊണ്ട് നമ്മൾ പയ്യാണ് പോയത്. അതുകൂടാതെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞാലേ നമുക്ക് സർക്കാരിനും കോർപ്പറേറ്റിനും ഒക്കെ ടോളൊക്കെ കൊടുത്ത് അവരെയൊക്കെ സഹായിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി പയ്യെ അവിടെ നിന്ന് ഇറങ്ങി ഞാനും എൻ്റെ വൈഫും കൂടിയിട്ട് പയ്യെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവിടുന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. അപ്പോൾ നമുക്ക് വരുന്ന വഴി ഒരു നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റിയായിരുന്നു. അങ്ങനെ സൺസെറ്റൊക്കെ ആസ്വദിച്ച് പയ്യെ വരുമ്പോഴാണ് അവിടെ വീടിൻ്റെ അടുത്തൊരു അമ്പലത്തിലൊരു ഉത്സവം എന്തോ നടക്കുന്നതായിട്ട് കണ്ടത്. ഇവിടെ ആനയുടെ പുറത്ത് 4 പേര് ഇരിപ്പുണ്ട് ഗൈസ്. അവിടെ ബാക്കിൽ ഒരാൾക്കും കൂടി ഇരിക്കാൻ സ്ഥലമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ആനക്ക് ഒരു വലിയ ജീവി ആയതുകൊണ്ട് ആനക്ക് നടുവിനൊന്നും പറ്റില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ട് അതിന് ശേഷം പിന്നെ ജിമ്മിലേക്ക് പോയി ഗൈസ്. ദാറ്റ്സ് ഓൾ ഗൈസ്. സ്റ്റേ ഹെൽത്തി.